ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ലെഗ് വർക്കൗട്ട് വീഡിയോ. ലെഗ് വർക്കൗട്ടിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലെഗ് വർക്കൗട്ട് ലെഗ് ഡേ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ലെഗ് ഡേ സ്കിപ്പ് ചെയ്യുക. അതിന് പകരം വേറെ എന്തെങ്കിലും അതിനകത്തോട്ട് കയറ്റി വെക്കുക. സോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലെഗ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഐ എം പ്രൗഡ് to do that. സോ ഇന്ന് ലെഗ് വർക്കൗട്ടാണ്. സോ സ്ക്വാട്സ് എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് മസിലായിരുന്നു. അതായത് വീക്കസ്റ്റ് എക്സസൈസ് ആയിരുന്നു സ്ക്വാട്സിൽ ഒരു 10 കിലോ അപ്പുറത്ത് ഇപ്പുറത്ത്. അപ്പോൾ 20 കിലോ ഇട്ടാൽ പോലും എനിക്ക് മര്യാദയ്ക്ക് അടിക്കാൻ പറ്റാത്ത ഞാൻ പതുക്കെ പ്രോഗ്രസ് ചെയ്തൊരു ഒരു മാസം കൊണ്ട് ഒരു സൈഡ് ടോട്ടലി 20 നിന്ന് ഇപ്പോൾ ഞാൻ 60 കയറിയിട്ടുണ്ട്. 60 പ്ലസ് ഒരു 5+ റെപ്സ് ഞാൻ ചെയ്യും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി എനിക്ക് കുറച്ച് ഫിയർ ആണ്. അല്ലാതെ ഫിയർ എന്ന് പറയുന്നത് ബെഞ്ച് പ്രസ് ചെയ്യാൻ നേരത്ത് ഞാൻ കുരുങ്ങി ഇരുന്നിട്ടുള്ളതാണ്. സ്ക്വാട്ട് ചെയ്യാൻ നേരത്ത് ലോക്കായി പോയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ആരെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് ഞാൻ മാക്സിമം ഫെയിലിയറിലോട്ട് പോകത്തില്ല. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാലനങ്ങുന്നിടം വരെ ഞാൻ സ്ക്വാട്ട്സ് ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് സ്ക്വാട്ട്സ്, എക്സ്റ്റൻഷൻ, കേൾ ആൻഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലെഗ് പ്രസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാഫും ചെയ്യുന്നതായിരിക്കും. കാഫ് വർക്കൗട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കത്തില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, മെൻ്റലി അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻ എ ഗുഡ് വേ, നല്ലൊരു രീതിയിൽ. കാരണം നമ്മളൊരു കാര്യത്തിലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഡെയിലി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ഒരു ചെറിയ വെയിറ്റ് എങ്കിലും നമ്മളെ ചെറുതല്ല, നമുക്കൊരു പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഫോർ മീ. അത് ഞാൻ ചെയ്യാതിരുന്ന സമയങ്ങൾ വരെ എനിക്ക് ഉണ്ടായിരുന്നു. അതും ചെയ്യാതിരുന്ന സമയത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബീൻ ഹ്യൂജ്. അതൊരു ഭയങ്കര ബിഗ് ഡിഫറൻസ് ആയിരുന്നു. കാരണം അത് എന്താ പറയുക, മെൻ്റലി നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ, അതായത് നമുക്ക് വേണ്ടി നമ്മളെ തന്നെ ജിമ്മിൽ കൊണ്ടുപോകുന്നു, വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നു, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴത്തേക്കും, നമ്മുടെ മൈൻഡിനെ അറിയുമ്പോഴത്തേക്കും മൈൻഡ് നല്ല രീതിയിൽ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഒരുപാട് അതിനകത്ത് കുറേ എക്സ്പ്ലനേഷൻസും ഹോർമോണിൻ്റെ ഇതും കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വർക്കിംഗ് ഔട്ട് ഹെൽപ്സ് യു ടു ബിൽഡ് മസിൽ ആൻഡ് ടു ഇംപ്രൂവ് യുവർ മെൻ്റൽ ഹെൽത്ത്. സോ ഇതെല്ലാം ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനിയുള്ള വീഡിയോസിലൊന്നും ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് വീണ്ടും പറഞ്ഞൊരു റെപ്പറ്റീഷൻ ആയിരിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ എവിടെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ, നോട്ട് എ വർക്കൗട്ട് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് അല്ല, ജസ്റ്റ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട്, അതായത് നമ്മൾ ഒരിടത്തിരുന്ന് ചിന്തിച്ച് അലമ്പാക്കുന്നേക്കാൾ, അതായത് ഇപ്പോൾ വെറുതെ ഒരു സ്ഥലത്തിരുന്ന് ചിന്തിച്ച് അവിടെ തന്നെ അനങ്ങാതിരുന്ന് ചിന്തിക്കുന്നേക്കാളും നല്ലതാണ് എന്തെങ്കിലും നടന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് അതൊന്ന് ചെയ്യുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, ലൈക്ക് നമ്മളൊരു കാര്യത്തെ പറ്റി ആലോചിക്കുകയാണ്, ചില കാര്യങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ട ടേംസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു തനങ്ങായിരുന്ന് ചിന്തിച്ച് നമ്മുടെ റൂമിൽ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് മെൻ്റലി എഫക്റ്റ് ചെയ്തിട്ട് അതൊരു എക്സ്റ്റെൻഡ് വരെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിയാലിറ്റി വരെ മറന്നു പോകുന്ന രീതിയിലായിരിക്കും. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ബാഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അത് നമ്മുടെ ലൈഫിനെ, അതായത് ക്വാളിറ്റി ഓഫ് ലിവിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ always try to add a physical routine or a physical activity in your routine, guys. Just ഒരു walk. ചിലർ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില സ്പോർട്സ് കളിക്കുന്നവരുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നത് എപ്പോഴും in terms of physical health and mental health, it's a great thing. It's absolutely a great thing. Thanks for watching this video or just clicking on this video. ഇനിയും നമ്മൾ ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഞാൻ എപ്പോഴൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ
വീഡിയോ ഷൂട്ട് ചെയ്ത് മാക്സിമം നിങ്ങളോട് എത്തിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതും എനിക്കറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് ആർക്കേലും എവിടെയും നല്ല രീതിയിൽ അവർക്ക് അതൊരു ഹെൽപ്പ് ആവട്ടെ, അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ ചെറിയൊരു ടൈനി 0.1% പുഷെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സോ ബാ, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കം ഓൺ ഗൈസ്. സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ട് ബേബി റഫ് അടിക്കുക. ഒരെണ്ണം പോരി. One more. One more. തിരിയേക്ക. Vale, vale. Rồi, đúng không? Amazing. Two, three, four, Ayo.
ഇല്ല കൈനോട്ട് അടിക്കും. Last set, maximum. So the last set is over. So അടുത്തത് ലെഗ് പ്രസ് ആണ്. 3 സെറ്റ് എന്നിട്ട് ഒരു കാഫ് കൂടെ അടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ലെഗ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. വാവ്. കുറച്ച് നാളായല്ലോ ഈ ലെഗ് പ്രസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറേ നാളായിട്ട് ലെഗ് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ലാത്തതിനും പ്രശ്നമുണ്ട്. ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ 4-ാമത്തെ എണ്ണം അടിച്ചു, കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റണം. കണ്ടോ കിതയ്ക്കുന്ന കണ്ടോ.
പക്ഷേ എന്തായാലും ഗീവ് അപ്പ് ചെയ്യത്തില്ല. മാക്സിമം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിനല്ലേ ജിമ്മിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ വലിയ വെയിറ്റ് ലിഫ്റ്റേഴ്സൊക്കെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇതാണ് മനസ്സിലായി. അതുപോലെ റിസൾട്ടാണ് അവർ കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യമാണ്. സോ അത് റിസൾട്ടാണ്. പക്ഷെ അവർ റൈസ് ആരും കണ്ടിട്ടില്ല. ലൈക്ക് അവർ ജിമ്മിൽ പോയതോ ഇതുപോലെ ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് ചെയ്യുന്നൊന്നും ആരും കണ്ടിട്ടില്ല. സോ ഓൾവേസ് മോഡൽ ദ റൈസ്, നോട്ട് ദ റിസൾട്ട്. സോ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ അടുത്ത സെറ്റിൽ കാണാം. സോ ഗൈസ്, ഇന്നത്തെ ലെഗ് വർക്കൗട്ട് ഇവിടെ കഴിയുകയാണ്. സോ നാളെ ഇനിയും എന്താണ് ഇന്നത്തെ ലെഗ് വർക്കൗട്ട് ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. നമ്മൾ ഹാഫ് അവർ ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ നല്ല ലോങ് ആയി പോകും. സോ ലെഗ് പ്രസ് കഴിഞ്ഞിട്ട് ഞാനിത് വീഡിയോ ക്ലോസ് ചെയ്യണം. ഞാനിനി ഹാഫ് അവർ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇതൊന്ന് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. സോ ഓൾവേസ് keep pushing hard. Video will end here. So thanks for watching till the end. Please do share, like and subscribe the channel. Thank you. Bye.